എൻ്റെ പേര് അങ്കു. ഞാനൊരു പാലക്കാട്ടുകാരനാണ്. എല്ലാ വർഷവും മൂന്നാം ഓണത്തിന് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്ന് ബൈക്കിൽ ഒരു യാത്ര പോകുന്നത് പതിവാണ്. ഒരു യാത്ര തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മുടെ നാടിനെയും സുഹൃത്തുക്കളെയും കൂടുതലായി തിരിച്ചറിയുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 53 കിലോമീറ്റർ ദൂരമുള്ള നെല്ലിയാമ്പതിയിലാണ് ഇത്തവണ പോകുന്നത്. ഈ ട്രാവൽ വ്ലോഗ് ചിത്രീകരിക്കുന്നത് എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കുന്ന എൻ്റെ അനുജൻ അഭയ്പാലുവാണ്. ഇപ്പോൾ ഞങ്ങൾ പോത്തുണ്ടി ഡാമെത്തി. എൻ്റെ സുഹൃത്തുക്കൾക്കായി കുറച്ചുനേരം കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ ഒരു യാത്രയുടെ മനോഹരമായിട്ടുള്ള തുടക്കം തന്നെയാണ്. ഏകദേശം 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എത്തി. സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ബൈക്കിൽ പോകുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. സുഹൃത്തുക്കൾ വന്നാൽ യാത്രയ്ക്കൊരു നിറം കിട്ടും, പിന്നൊരു ധൈര്യവും. ഇപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എല്ലായ്പ്പോഴും നല്ല തണുപ്പും പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടാവും. പക്ഷേ ഇത്തവണ മഴ ഒട്ടും ഇല്ല. ഒരേ സ്ഥലത്തേക്ക് പല തവണ വന്നാലും ഓരോ യാത്രയ്ക്കും വെവ്വേറെ കഥയുണ്ടാവും. വഴിയിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടു. എല്ലാവരും ബൈക്ക് അപ്പം തന്നെ നിർത്തി ആ വെള്ളച്ചാട്ടവും നോക്കി കുറേ നേരം ഇങ്ങനെ നിന്ന് സംസാരിച്ചും തമാശകൾ പറഞ്ഞും ഇങ്ങനെ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. പിന്നെ ഞാനും എൻ്റെ സുഹൃത്ത് സൈലേഷ് ഏട്ടനും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി ആസ്വദിച്ചു. വഴിയിലുണ്ടാവുന്ന ചെറിയ ഇടവേളകളാണ് വലിയ ഓർമ്മകളായി മാറുന്നത്. എൻ്റെ അനുജൻ അഭയ്പാലു ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതിയിലോട്ട് വരുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ആദ്യത്തെ യാത്ര കൂടിയാണ് അവൻ്റെ ഇത്. അത് കാരണം കൊണ്ട് തന്നെ ഞാനും സൈലേഷ് ഏട്ടനും അരവിന്ദും കുറച്ച് പതുക്കെയാണ് പോയത്. ബാക്കിയുള്ള എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് വേഗതയിൽ പോയി. ഒരു സ്ഥലത്തെ ആദ്യമായി കാണുന്നവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കും അത് പുതുമയായി തന്നെ തോന്നും. എനിക്കിപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. പോകുന്ന വഴിയിൽ പോത്തുണ്ടി ഡാമും ഇങ്ങനെ കാടിൻ്റെ ഭംഗിയും ഇതെല്ലാം ആസ്വദിച്ച് പതുക്കെയാണ് പോകുന്നത്. മുൻപേ പോയ സുഹൃത്തുക്കൾ ഇവിടുത്തെ ഒരു പ്രബലമായിട്ടുള്ള വ്യൂ പോയിന്റിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് കോടമഞ്ഞിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട്. ഇത്തരം കാഴ്ചകളാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യാത്രകൾ അവസാനിക്കുന്നില്ല, അതെന്നും മനസ്സിൽ ജീവിക്കും. ഇവിടെ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും പല ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഈ അവധിക്കാലം ഞങ്ങളെപ്പോലെ തന്നെ ചിലവഴിക്കാനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ തണുപ്പുണ്ട്, പക്ഷെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. കാലാവസ്ഥ മാറുമ്പോൾ യാത്രയുടെ അനുഭവവും മാറും. പിന്നീട് ഞങ്ങൾ സൂസൈഡ് പോയിന്റ് നോക്കി പോയി. വഴിയിലെ തേയിലത്തോട്ടങ്ങളൊക്കെ എപ്പോഴും പോലെ തന്നെ നന്നായി തഴച്ചു വളരുന്നുണ്ട്. പ്രകൃതിയുടെ ഓരോ നിറവും നമ്മെ ശാന്തരാക്കുന്നു. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു ചെറിയ അരുവി കണ്ടു. ഞാനതിൽ മുഖം കഴുകി. ദീർഘയാത്രയ്ക്ക് ശേഷം ആ തണുത്ത വെള്ളത്തിന് അത്യന്തം സുഖം. ഇപ്പോഴൊക്കെ എനിക്കിങ്ങനെയാണ്, ചെറിയ കാര്യങ്ങൾ മതി വലിയ സന്തോഷം തരുന്നതിന്. പിന്നെ ഞങ്ങൾ കുറച്ചുനേരം ഇവിടെ തന്നെ സമയം ചിലവഴിച്ചിട്ട് സൂസൈഡ് പോയിന്റ് നോക്കി പോകാൻ തുടങ്ങി. സൂസൈഡ് പോയിന്റിലേക്ക് പോകുന്ന വഴിയിൽ ഇത്തവണ നല്ല തിരക്കുണ്ട്. ഇതിനു മുൻപ് ഇവിടെ വന്നപ്പോൾ ഇത്ര തിരക്ക് കണ്ടിട്ടില്ല. കാറിൽ വരാത്തത് നന്നായെന്ന് തോന്നി. ചിലപ്പോഴൊക്കെ മോട്ടോർ സൈക്കിൾ യാത്രകൾ ഒക്കെ തന്നെയാണ് യാത്രകളെ മനോഹരമാക്കുന്നത്. ബൈക്കിൽ വന്നത് കാരണം കൊണ്ട് മാത്രം 1 മണിക്കൂർ മാത്രമേ ആ ട്രാഫിക്കിൽ പെട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് നേരത്തെ എത്താൻ സാധിച്ചു. പിന്നീട് സൂസൈഡ് പോയിന്റ് എത്തി. താഴോട്ട് നോക്കിയാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗിയും സീതാർകുണ്ടും. ഇവിടെ തിരക്കുള്ളത് കാരണം കൊണ്ട് ചിത്രീകരണമൊന്നും അങ്ങനെ വലുതായി നടന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. അതിനുശേഷം സുഹൃത്തുക്കളോടൊപ്പമുള്ള ഈ തമാശകളും ചിരിയുമായിട്ടുള്ള ഈ യാത്ര അവസാനിച്ചു. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ മറ്റൊരു യാത്രയുടെ തുടക്കമായിരിക്കും. ഈ ഓർമ്മകൾ ഞങ്ങളെ അടുത്തടുത്ത യാത്രയ്ക്കായി പ്രചോദനം നൽകും.